നമസ്കാരം. ഞങ്ങളിന്ന് നിൽക്കുന്നത് നെന്മാറ കയ്പഞ്ചേരി ഭാഗത്തിലെ ഖാദി ഉൽപ്പാദന കേന്ദ്രത്തിലാണ്. എത്ര വർഷമായിട്ട് ഈ ഖാദി ഉൽപ്പാദനം തുടങ്ങിയിട്ട്? ഇവിടെ 80 തുടങ്ങിയിട്ടുണ്ട്. 1980 തുടങ്ങിയതാണ് ഈ പാരമ്പര്യമായിട്ട് അല്ല. ഇതിപ്പോൾ ഖാദി ബോർഡിൻ്റെയാണ്, സർക്കാരിൻ്റെയാണ് ഖാദി ബോർഡ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ ഖാദി ബോർഡിൻ്റെയാണ്. ഇവിടെ 80 തുടങ്ങാൻ അത് അവിടെ ഉണ്ട്. നമ്മൾ കൃത്യമായ ഡേറ്റ് അവിടെ ഇനാഗുറേഷൻ ചെയ്ത്. എങ്ങനെയാണ് ഈ നൂലുകളിലൊക്കെ കളർ ചേർക്കുന്നത് ഇതിന് ഒരു പ്രത്യേക കെമിക്കൽ. ആദ്യം ഈ നൂലിനെ വെള്ളത്തിലിടും, അങ്ങനെ മാല പോലെ കെട്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ട് 3 ദിവസം അത് വേണം. അതിപ്പോൾ ഈ മുമ്പൊക്കെ പിന്നെ വെള്ളത്തിൽ ഇടും, ഇപ്പൊക്കെ വേവിക്കും. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതിന് വലിയ ഡ്രമ്മുണ്ട്, അത് ചകിരി പറയുന്ന സ്ഥലത്ത് ഇത് കൊണ്ടുവരുന്ന നൂല് അതിനെ ബ്ലീച്ച് ചെയ്ത് കളർ കൊടുത്തിട്ട് അപ്പോൾ അതിന് കെമിക്കലുണ്ട്. ആ കെമിക്കൽ ആക്കിയിട്ടാണ് ഒരു കഴിയുണ്ട്. ഇതിൽ 1000 ഏക്കറാണ്. 1000 ഈ കാണുന്നതിൽ 1000 ഏക്കറാണ്. ഇത് അവിടെ എടുക്കുന്നതാണ്. എന്നിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് കളർ മുക്കിയ നൂലുകളാണ് ഇതൊക്കെ. കളർ മുക്കിയതാണ്, ഇങ്ങനെ കളർ മുക്കുന്നതാണ്. ഇത് പല കളർ മുക്കും. നമ്മൾ ഓരോ മുണ്ടിനും ഓരോ കളറല്ലേ. അപ്പോൾ 33, 50, 70, 100 ഇതാണ് നമ്മളുടെ ഖാദിയിൽ ചെയ്യുന്നത്. ബാക്കിയുള്ള സ്ഥലം പിന്നെ 150 അതൊക്കെ ഉണ്ട്. നമ്മളുടെ ഇതിൽ ഈ 33 ഈ അത് വെക്കുന്നത് മുണ്ട് നെയ്യാൻ. മുണ്ടുകൾ, ഷർട്ട് പീസ് കൊണ്ടല്ലോ, ഇതങ്ങനെയുള്ള ബ്ലൗസ് പീസ്, ഇതൊക്കെ കനം കൂടിയതാണ്. ഇത് നെയ്യാനാണ് ഈ 33 എടുത്തത്. പിന്നെ 70 നമ്മുടെ സെറ്റ് മുണ്ട്, അത് ഡബിള്. 100 അതുപോലെ സെറ്റ് മുണ്ടും നെയ്യാനും പിന്നെ ഡബിള് അങ്ങനെയുള്ളതിനൊക്കെ എടുക്കും. ഈ 33 പറയുന്നത് ഒറ്റ മുണ്ട് അത് നെയ്യാനാണ്. ഈ ഡ്രസ്സുകളൊക്കെ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യുന്നത്? നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം പ്രൊജക്റ്റ് ഉണ്ട്, പാലക്കാട് മൈതാനം, അവിടേക്കാണ് നമ്മൾ ഈ സാധനം. അവിടെ നിന്ന് പല പിന്നെ ഈ ഗ്രാമശില്പാവളി ഓരോ സെൻറ്റർ, ഇപ്പോൾ ഇവിടെ ഇല്ല, ഇതുപോലുള്ള സെൻറ്ററുകളിൽ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിന് ഗ്രാമശില്പാവളി അവിടേക്ക് ഓഫീസ് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ സപ്ലൈ ചെയ്യും. ഇത് നമ്മളുടെ മറ്റുള്ള ഫുഡ് പോലെ വിപണിയിൽ ഇപ്പോൾ നെന്മാറ കടകൾ ഇഷ്ടം പോലെ എടുക്കുന്നത് അങ്ങനെയുള്ള വിപണികളിൽ കിട്ടും. നമ്മളുടേതായ കുറച്ച് സെൻറ്ററുകളിൽ അങ്ങനെ വിൽക്കാൻ ഉള്ള സെൻറ്ററുകൾ അവിടെ മാത്രം ഈ ഖാദി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നെന്മാറ പോയിട്ട് ഒരു കടയിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഖാദി കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ കിട്ടും. ഇവിടെ നിന്ന് കൊടുക്കും. ഇവിടെ നിന്ന് ആരെങ്കിലും അത്യാവശ്യത്തിന് അങ്ങനെ ചോദിച്ചു കൊടുത്താൽ കൊടുക്കും. റേറ്റ് ഇതിന് 400 രൂപ വരും ഈ ഒരു മുണ്ട്. 400. പിന്നെ അതിലായാലും വെച്ച് കൂടും കളർ. അപ്പോൾ ഇതിൽ നമ്മൾ കളർ ഈ കര മാത്രവും ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം നമ്മളിപ്പോൾ ഈ നൂല് തന്നെയാണ്. ഇതിൽ കളർ ചെയ്തിട്ടില്ല. കളർ ചെയ്യുമ്പോൾ അതിനുള്ള കളർ ചാർജും കൂടി ഇതിൽ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ആ മുണ്ടിലേക്ക് കളർ മുണ്ടിൽ വരുന്നത്. കുറേ വർക്കേഴ്സ് പോയി വരില്ല, അപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ട് നേരിടുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യ കാലത്തൊന്നും പെൺകുട്ടികളെ ആരും കടകളിൽ പോയി നിൽക്കില്ല. ഇപ്പോൾ തുണിക്കട മറ്റുള്ള കടകൾ അങ്ങനെ കടകളിൽ പോയി നിൽക്കില്ല. അപ്പോൾ സേഫ്റ്റി ആയ ഒരു സ്ഥലത്തെയാണ് പെൺപിള്ളേർ എന്ന് വർക്കിന് പറഞ്ഞേക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കടകളിലേക്ക് പോകാനാണ് ആൾക്കാർക്ക് താല്പര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയാൽ അധ്വാനം അത്ര ഇല്ല. ഇതേ പറഞ്ഞ കാലത്ത് വന്നാൽ നമ്മൾ കണ്ണും കാതും മനസ്സും എല്ലാം നമുക്ക് കൃത്യമായി നോക്കണം. ഇപ്പം നിങ്ങൾ കടയിൽ പോയി നിങ്ങൾക്കൊരു ചുരിദാറിൻ്റെ ഒരു ടോപ്പ് എടുക്കും, നിങ്ങൾ എത്രമാത്രം നിവർത്തി നോക്കും ഇല്ലേ? അങ്ങനെ നിവർത്തി നോക്കിയാൽ എവിടെയെങ്കിലും ഒരു ലേശം എന്തെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് പറയും ഇത് വേണ്ടത് ഡാമേജ് എന്ന് പറയും. അപ്പം നമ്മൾ ആ പണിയുന്ന പണിയിൽ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ അങ്ങനെ അടിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ലേശം ഡാമേജ് വന്നാൽ അവിടെ എടുക്കില്ല. അപ്പോൾ അത് ആർക്കാവും ബാധ്യത? ഈ അതാ ഉൽപ്പാദിപ്പിച്ചത് ആരാണോ അവർക്ക് വരും ബാധ്യത.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയപ്പോൾ കടകളിൽ പോയപ്പോൾ അത്ര അധ്വാനമില്ല. അപ്പോൾ അത് കാരണം പലരും കടകളിൽ പോകാൻ താല്പര്യപ്പെട്ടിട്ട് അങ്ങനെ പോകാം. അവിടെ പോയപ്പോൾ തുണിക്കടയിൽ പോയി സീസൺ ഓണം മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ തുണിക്കടയിൽ തിരക്കില്ല. നമ്മളൊക്കെ തുണിക്കടയിൽ പോകുന്ന ആൾക്കാരാണല്ലോ. അവർ സുഖമായി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ ആരെങ്കിലും പോയി കുറച്ച് നേരം കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ ഓണം മറ്റുള്ള സമയത്ത് എടുത്ത് അപ്പോൾ അധ്വാനിക്കാതെ സമ്പാദിക്കാനാണ് ഇപ്പോഴുള്ള തലമുറയ്ക്ക് താല്പര്യം. ഈ ഖാദി വസ്ത്രങ്ങളുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂളിംഗ് കിട്ടും, ഒരു തണുപ്പ് പോലെ വരും. മഴക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു സുഖം, മിതമായ പിന്നെ ഈ ഖാദിയുടെ നൂല് മിതമായ രീതിയിൽ വേനൽക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാം, മഴക്കാലത്തിനും ഉപയോഗിക്കാം. അപ്പോൾ പോളിസ്റ്റർ വസ്ത്രങ്ങൾ നമ്മളിപ്പോൾ മഴക്കാലത്ത് ഉപയോഗിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ആ സ്ഥാനത്ത് നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ പോളിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ ആകെ ഒരു ചുട്ടുപൊള്ളുന്ന രീതിയാണ്. അതാണ് ഖാദി കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. മുമ്പൊന്നും ഖാദി അത്ര ആർക്കും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പരമാവധി ആൾക്കാർ ഖാദി ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല. ചില ആൾക്കാർക്ക് ചില ഡ്രസ്സുകളിട്ട ശരീരം തോന്നി. ഖാദി ഉപയോഗിച്ച് കുറച്ച് നാൾ ഉപയോഗിച്ച് ശീലിച്ചാൽ പിന്നെ ആ ഖാദി ഉപയോഗിക്കില്ല. പിന്നെ മറ്റുള്ളത് ഉപയോഗിക്കണം അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ദിവസം അയാൾ എത്ര മീറ്റർ ഒരു 2 മീറ്റർ നെയ്യുന്ന ആൾക്കാരുണ്ട്, 3 മീറ്റർ നെയ്യുന്നവരുണ്ട്, 4 മീറ്റർ. അത് ഓരോരുത്തരുടെ സ്പീഡ് അനുസരിച്ചിരിക്കും. നമ്മളിപ്പോൾ എല്ലാ പണിക്കും ഇപ്പം നിങ്ങൾ 9 പേര് വന്നാൽ ഈ 9 ആൾ ഒരേപോലെ പഠിക്കുന്ന ആൾക്കാരാണോ? അല്ല. അപ്പോൾ ഒരാൾക്ക് ഒരു വിഷയത്തിൽ കൂടുതൽ മാർക്കുണ്ടെങ്കിൽ അടുത്ത വിഷയത്തിൽ അയാൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതുപോലെ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസാണ്. നമ്മൾ പണി ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത്. അതിന് 2 മീറ്റർ അടിക്കുന്നവരുണ്ട്, 3 മീറ്റർ, 4 മീറ്റർ, 4.5 മീറ്റർ വരെ അടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കാലത്ത് 9 മണിക്ക് തുടങ്ങും, 9 to 5. അതാണ് നമ്മുടെ സമയം. അപ്പോൾ 12:30 ഭക്ഷണം കഴിക്കും, 12:30 to 1:30, 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ്. പക്ഷേ റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ റെസ്റ്റ് ഇരുന്നാൽ നമുക്ക് ആ സമയം പോയി. ആ സ്ഥാനത്ത് നമുക്കിത് കൃത്യമായ ടൈം കണക്കാക്കി ചെയ്യേണ്ട പണിയില്ല. നമ്മൾ പണിയെടുത്തിരുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ 12:30 ഉണ്ണാനിരുന്നു, 2 മണിക്ക് എണീച്ചുള്ളൂ, അത്രയും നമ്മുടെ സമയം വേസ്റ്റായി. അപ്പോൾ നമ്മൾ പണിയെടുക്കാൻ കരാർ അടിസ്ഥാനമാണ്. അല്ലാണ്ട് നമുക്ക് കാലത്ത് വന്നു പണിയാൻ തുടങ്ങിയ ഒരു ദിവസം ഇത്ര കൂലി എന്ന് പറഞ്ഞിട്ടുള്ളതല്ല. നമ്മൾ എത്ര പണിയുന്നോ അതിനനുസരിച്ച് 2 കൂടി ആക്കിയിട്ട് അവിടെ ചെയ്യുന്നത് പ്രത്യേകിച്ച് നോക്കാം. എന്നിട്ട് ഇതിനെ നമ്മളിതിങ്ങനെ 2 കൂടി വെച്ചിട്ട് ഇങ്ങനെ പിരിക്കുകയാണ്. ഇതാ, അപ്പോൾ അത് യോജിച്ചില്ലേ? ഇങ്ങനെ ഓരോ ഇഴയായിട്ട് തന്നെ ഈ 2640 അടി നമ്മൾ ഓരോ ഇഴയായിട്ട് തന്നെ ചെയ്യണം, അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഇതിൽ പിടിച്ച് കറക്കിയിടുന്നു. അവിടെ ലൂസാക്കും, അവിടെ ലൂസാക്കിയിട്ട് ഇതിൽ പിടിച്ച് കറക്കുമ്പോൾ ഈ സാധനം ഇവിടെ എത്തും. ഇവിടെ എത്തിയ ശേഷമാണ് അടിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിനെയാണ് പാവ പറയുക. നമ്മൾ ഈ ഇടയിൽ കൂടെ അടിക്കണില്ലേ, അതാണ് കൂട. കൂടയും പാവം എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? ഇല്ലേ? അതാണ് ഇത് പാവ്. നമ്മൾ ഈ അടിക്കുന്നതാണ് നമ്മൾ പാവ് എന്ന് പറയും. ഇതിൽ 2640 ഇഴയാണ് ഉള്ളത്. 2640 ഇഴയാണ് ഉള്ളത്. ഇത് ഈ ഇഴകൾ മുഴുവൻ നമ്മൾ ഓരോന്നായിട്ട് വേണം യോജിപ്പിക്കാൻ. ഇത് ഇത് കഴിഞ്ഞു, അവിടുന്ന് ഒരിഴ, അതേപോലെ ഇവിടുന്ന് ഒരിഴ, 2 കൂടി എടുത്തിട്ടാണ് യോജിപ്പിച്ചിട്ടാണ് ഇതിനെ എന്നിട്ട് നമ്മൾ അങ്ങോട്ട് കറക്കി വിടും. ഇതിപ്പോൾ ഇത്ര ആയിട്ടുണ്ട്, ഇതിപ്പോൾ കണ്ടോ? ഇതാ ഇങ്ങനെയാണ് വേറെ ചെയ്യുന്നത്. ഷട്ടിൽ ഇതിൻ്റെ പേര്. ഇത് ബോബിൻ. ഇതിങ്ങനെ ചുറ്റിയെടുക്കണം. അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അതിങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഇതിൽ കൂടെ ഇട്ടിട്ടാണ് അടിക്കുക. ഒപ്പം നിൽക്കുകയാണ്. ഇത് ഓരോ ചവിട്ടിനും ചവിട്ടും വലത്തെ കല്ലോട്ട് ഓട്ടിയിട്ട് നിർത്തും. ഈ കാല് ചവിട്ടുമ്പോൾ ഇങ്ങോട്ട് വരയ്ക്കുക. ഇനി ചേർത്തില്ല. അതാ ആ മൂല്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്രമീകരണം എങ്ങനെയാണ്? ഒന്ന് താഴുമ്പോൾ ഒന്ന് പോകും. അപ്പം അങ്ങനെ ക്രോസായി വരും. അങ്ങനെ ക്രോസായി വരുമ്പോഴല്ലേ വരുന്നു. ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ കാലം കല്ല് എടുക്കും. ഇത് രണ്ടെന്ന് അതിനുള്ള
കെട്ടാൻ വരിക. കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിങ്ങനെ വരുമ്പോൾ കെട്ട് പറഞ്ഞിട്ട് വരിക. ചുറ്റു വിടാൻ ആൻറ്റി എത്ര നാളായി ഇവിടെ വർക്ക് ചെയ്യുന്നു? എത്ര നാളായി വർക്ക് ചെയ്യുന്നു? 10 വർഷമായി. 10-11 വർഷമായി. ഇതൊന്നും പോയി അടുത്ത് അപ്പോൾ മനസ്സിൽ വിളിക്കില്ലല്ലോ. അതങ്ങനെ അറ്റോട്ടി അതിന് വീഴുന്ന സമയം അപ്പോൾ 200 മീറ്ററായി. ഇത് ഇവിടെ നിന്ന് ഇതുവരെ എൻ്റെ 200 മീറ്ററായി.